ഗൈസ് ഞാനിപ്പോ നാട്ടിൽ വന്നു. ചെറിയൊരു ഷോർട്ട് ലീവിന് വന്നാണ്. ഭയങ്കര ലോങ് ലീവ് ഒന്നുമില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിക്കാണ് ഗൈസ്, ശ്വാസം മുട്ടാണ്. അപ്പോ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്നാണ്. നാട്ടിൽ വന്നപ്പോഴേക്കുമാണ് ഗൈസ് നമ്മുടെ ചാമ്പയില്ലേ, ചാമ്പക്കായ ഉണ്ടായി ഗൈസ്. കാണിച്ചു തരാട്ടാ. നോക്കിയേ, ഇതാണ് നമ്മുടെ ചാമ്പ മരം. ഭയങ്കര വലിയ ചാമ്പയല്ല, ഇത് പച്ച കളറുള്ള ചാമ്പയുണ്ടാ. ഈ ചാമ്പൊക്കെ നിങ്ങളുടെ നാട്ടിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യണേ. ഇത് കണ്ടിട്ടുണ്ടാ, ഇത് പഴുത്താലും ഈ കളർ തന്നെയാണ്. ഇതാ ഒരുപാട് കായ ഉണ്ടായിരുന്നു ഞാൻ വന്നപ്പോഴേക്കും. ഇഷ്ടം പോലെ കായ ഉണ്ടായിട്ട് പറിച്ചെടുത്ത് കണ്ടാ. ഇത് കണ്ടോ, ഇതാണ് കളറ്. ഇത് പഴുത്താലും ഒക്കെ ഈ കളർ തന്നെയാണ്. ഇത് കണ്ടോ, ഇത് തന്നെയാണ് പഴുത്താലുള്ള കളർ. ഇതാണ് ഇപ്പൊ എന്തോ ഇങ്ങനെ പുഴുക്കുത്തു പോലെയൊക്കെ ഉണ്ട്. ഇത് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നത്. താഴത്ത് ഒരുപാട് ചാമ്പക്കൊക്കെ വീണ് പോയിട്ടാ, നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടല്ലോ, ഇവിടെ ചാമ്പക്ക മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന് പറഞ്ഞ പോലെയാണ്. നമ്മുടെ വീട്ടിലുണ്ടായിട്ട് ആർക്കും വേണ്ട. ഇത് കണ്ടോ, ഈ പുഴുക്കുത്തൊക്കെ വന്നേക്കണോണ്ടാണ് ആൾക്കാർ കഴിക്കാത്തതെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ കഴിക്കും ഗൈസ്. പുഴുക്കുത്തൊക്കെ സ്ട്രോങ് ആണ്, അതുകൊണ്ടാണ്. കെമിക്കൽ ഇല്ലാത്തതുകൊണ്ടാണ് പുഴുവൊക്കെ വന്നതെന്നാണ് എല്ലാരും പറയുന്നത്. ഒരുപാട് ചാമ്പ ഉണ്ടായിരുന്നു. ഞാൻ വന്നപ്പോ കുറെ പറിച്ച്, പിന്നെ കുറെയൊക്കെ താഴത്ത് വീണ് പോയി, അങ്ങനെ കുറെ നശിച്ചു പോയി. എന്തായാലും ഞാൻ കഴിക്കണേട്ടാ. പ്രത്യേകിച്ച് പുളിയൊന്നുമില്ല, ഭയങ്കര മധുരമില്ല. നല്ല അടുത്ത ചാമ്പയില് നിറയെ ഇങ്ങനെ കായ ഇട്ടിട്ട് വരുന്നുണ്ട്. ഇത് കണ്ടല്ലോ, ഇത് മറ്റേ പനിനീർ ചാമ്പയെന്ന് തോന്നുന്നു കേട്ടോ. കണ്ടല്ലോ, കംപ്ലീറ്റ് ഇങ്ങനെ കായ ഇട്ടിട്ട് വരുന്നുണ്ട്, പക്ഷെ മൂത്തിട്ടില്ല. അതുപോലെ ഇവിടെ വേറൊരു ചാമ്പയുണ്ട്, അതിലും ഇതുപോലെ കായ കുറെ ഇട്ടിട്ടുണ്ട്. കണ്ടോ, പക്ഷെ അത് ഒരു മൂത്ത പരുവായിട്ടില്ല. നല്ല പോലെ വലിപ്പം ഉണ്ടാവുന്ന ചാമ്പയുണ്ട്. കണ്ടില്ലേ, നല്ല വലുതാവും ഈ ചാമ്പ. അവിടെ കുറച്ചില്ലേ വലുതായി കിടക്കുന്നത് കാണാൻ പറ്റും. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഇത് പുഴുകുത്തി, കംപ്ലീറ്റ് പുഴുകുത്തി. പിന്നെ മുകളിലുണ്ട് കേട്ടാ, മുകളിലൊക്കെ ഉണ്ട്, പൊളിച്ച് കിടപ്പുണ്ട്. പിന്നെ കിളിയൊക്കെ വന്ന് കുറെ കുത്താറുണ്ട്. കണ്ടല്ലോ, ഇതേ ഇവിടെ ആളെ കണ്ടല്ല, അവിടെ നട്ടുണ്ട്. ഇവിടെ ഒരാള് എന്റെ പുറകെ വന്നേക്കണേ. കണ്ടല്ല, നമ്മളാളെ കണ്ടല്ല. ഇതാണ് കേട്ടോ പിക്കുവിന്റെ കൂട്, നിങ്ങൾ കണ്ടിട്ടില്ല. അളപ്പി ഡാ മാക്രി മാക്രി മാക്രി